തെരഞ്ഞെടുപ്പ് രംഗം രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വേദി മാത്രമല്ല, പ്രചാരണ രംഗം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളുടെ കലവറ കൂടിയാണ്. വൈകാരികവും സന്തോഷകരവുമായിട്ടുള്ള ഒട്ടനവധി സന്ദർഭങ്ങൾ കാണും. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജു നമുക്കൊപ്പം ചേരുന്നു. താങ്കളുടെ 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റ് കാണും ഈ പ്രചാരണ രംഗത്ത്. അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നതെന്ന് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മളെ വന്ന് കാണാറുണ്ട്. ഇപ്പോൾ ബാങ്ക് ജപ്തി നേരിടുന്നവർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നോട്ടീസ് വന്നിരിക്കുകയാണ്, ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ഇടപെട്ട് ബാങ്ക് ജപ്തി ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുന്ന ആളുകൾ നിരവധി പേരുണ്ട്. ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് അസുഖം ബാധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്, നമ്മുടെ ഗവൺമെൻറ് വന്നാൽ കുറേ സഹായങ്ങൾ ചെയ്യണം എന്ന് പറയുന്നവർ. ഇപ്പോൾ നമ്മുടെ ആളുകൾ അവർ നേരത്തെ വിളിച്ചറിയിക്കും, ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല, പക്ഷെ ഒന്ന് കാണണം, ഒരു ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പര്യടനത്തിനിടയ്ക്കൊക്കെ തന്നെ നിർത്തി അവിടെ പോയി കാണുമ്പോൾ അവരുടെ ശാരീരികമായ അവശതകൾക്കിടയിലും നമ്മളോടുള്ള ഒരു സ്നേഹം, പ്രസ്ഥാനത്തിനോടുള്ള ഒരു കൂറ്, അതൊക്കെ തന്നെ വളരെ ഹൃദയസ്പർശിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അവരുടെ കണ്ണീരൊപ്പുവാൻ അതാണ് M. ലിജു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ എനിക്കൊരു അവസരം നൽകുക. പൊതുയോഗത്തിൽ അവിടെ സംസാരിച്ചപ്പോൾ ഒന്ന് വിതുമ്പി, അവിടെ ഒന്ന് വൈകാരികമായി പോയി കാര്യം. അതെനിക്ക് ഓർമ്മ വന്ന 2011 രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഇതേപോലെ ഒരു വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഒരു അവസരം നൽകണം എന്ന ഒരു റിക്വസ്റ്റാണ് ഞാൻ കൺവെൻഷനിൽ മുന്നോട്ട് വെച്ചത്. കാർത്തികപ്പള്ളി സെൻറ് തോമസ് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ഒരർത്ഥത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ നിരവധി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളും അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നപ്പോഴുണ്ടായ ചെറിയൊരു എന്താ പറയുന്നത്, ഗദ്ഗതം എന്ന് പറയാം. ഗദ്ഗതം എന്നല്ല പറയാം, എനിക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഒരു മിനിറ്റ് സമയത്തേക്ക് കുറച്ചൊരു വൈകാരികത ഉണ്ടായി എന്ന് സത്യമാണ്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞത് അതൊരു പ്രീ ഡിറ്റർമൈൻഡ് അല്ലല്ലോ. താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അന്ന് അവിടെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശവും ലീഗ് പ്രാദേശിക നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ലിജു അതിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തിരുന്നു. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. അത് താങ്കൾക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയോ? അറിയാതെ പറ്റുന്നതാണ്. അദ്ദേഹം ഒരു വളരെ എനിക്കറിയാം സീനിയർ നേതാവാണ്. അപ്പോൾ പ്രസംഗത്തിനിടയിൽ സംഭവിച്ച ഒരു നാക്കുപിഴയാണ്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു പ്രചരണ ശൈലി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വ്യക്തിഹത്യ അല്ല. പിന്നെ അത് മാത്രമല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് അത്തരത്തിൽ പരാമർശം നടത്തിക്കൂടാ. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ ആ ഒരു വിഷയത്തിൽ ലൈവ് പ്രതികരണത്തിലൂടെ തന്നെ ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞതുകൊണ്ടാണ്. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് ലിജു വളരെ മിടുക്കനാണ്, മര്യാദക്കാരനാണ്, പക്ഷെ കുറച്ച് റിസർവ്ഡ് ടൈപ്പാണ്, കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമാണല്ലോ, കൊട്ടിക്കലാശം ഉൾപ്പെടെയുള്ള ഇടങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഡാൻസൊക്കെ വളരെ ഒരു നിർബന്ധമായി വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നോ? എങ്ങനെ? അല്ല, കൊട്ടിക്കലാശത്തിനിടയിൽ പ്രവർത്തകരുടെ ആവേശത്തിൽ പങ്കുചേരുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണല്ലോ. ഡാൻസൊക്കെ വഴങ്ങോ? നൃത്തം എനിക്കത്ര വഴങ്ങാറില്ല. പക്ഷേ എങ്കിലും നമ്മൾ ആ താളത്തിനൊത്ത് ശാരീരിക ചലനങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കുമല്ലോ. അത് അങ്ങനെ അതിലൊന്നും എനിക്ക് പിന്നോട്ട് പോകാറില്ല. പല സ്ഥാനാർത്ഥികളുടെ ഡാൻസ് കാണുന്നില്ല. ഞാൻ അത്രയ്ക്ക് നൃത്തം ചെയ്തിട്ടില്ല, എങ്കിലും സ്വാഭാവികമായിട്ടും ആവേശത്തിൽ പങ്കുചേർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തെ അനുഭവങ്ങളാണ് മാതൃഭൂമി ന്യൂസിനോട് M. ലിജു പങ്കുവച്ചത്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.